യൂറോപ്യന്മാരുടെ വരവും ബ്രിട്ടീഷ് ഭരണവും. യൂറോപ്യന്മാരുടെ വരവ്. പുതിയ പാതയ്ക്കായുള്ള അന്വേഷണം. 1453 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കി. യൂറോപ്പും ഏഷ്യയും തമ്മിലുള്ള പ്രധാന കരമാർഗമുള്ള വ്യാപാര പാതയായിരുന്നു ഇത്. കുരുമുളക് പോലുള്ള ഏഷ്യൻ ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്നതിനായി ഏഷ്യയിലേക്ക് ഒരു പുതിയ കടൽ മാർഗം കണ്ടെത്താൻ ഇത് യൂറോപ്യന്മാരെ നിർബന്ധിതരാക്കി. സാങ്കേതിക സഹായം, കപ്പൽ നിർമ്മാണത്തിലെ പുരോഗതി, ഭൂപട നിർമ്മാണം, വടക്കുനോക്കിയന്ത്രത്തിന്റെ കണ്ടുപിടുത്തം എന്നിവ പുതിയ പ്രദേശങ്ങൾ കണ്ടെത്താൻ നാവികരെ സഹായിച്ചു. പോർച്ചുഗീസുകാർ. കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യത്തെ യൂറോപ്യനാണ് വാസ്കോ ഡ ഗാമ. 1498 3 കപ്പലുകളിലായി അദ്ദേഹം കോഴിക്കോടിനടുത്തുള്ള കാപ്പാട് എത്തിച്ചേർന്നു. കുഞ്ഞാലി മരക്കാർമാർ. കോഴിക്കോട് സാമൂതിരിയുടെ നാവികസേനാ മേധാവികളായിരുന്നു ഇവർ. വ്യാപാര കുത്തകയാക്കാനുള്ള പോർച്ചുഗീസുകാരുടെ ശ്രമങ്ങൾക്കെതിരെ ഇവർ ധീരമായി പോരാടി. യൂറോപ്യൻ സമ്പർക്കത്തിന്റെ സ്വാധീനം. പുതിയ വിളകൾ, കശുവണ്ടി, പപ്പായ, പേരക്ക, കൈതച്ചക്ക തുടങ്ങിയ വിളകൾ പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ അവതരിപ്പിച്ചു. ഭാഷയും സംസ്കാരവും. മേശ, അയനാഥം പോലെയുള്ള വാക്കുകൾ മലയാള ഭാഷയിലേക്ക് കടന്നുവന്നു. കൂടാതെ ചവിട്ടുനാടകം പോലെയുള്ള കലാരൂപങ്ങൾ ജനപ്രിയമായി. ശാസ്ത്രീയ സംഭാവനകൾ. കേരളത്തിലെ 742 ആശ്രിതസ്യങ്ങളെക്കുറിച്ചുള്ള പ്രശസ്തമായ ഹോർത്തൂസ് മലബാറിക്കസ് എന്ന പുസ്തകം ഡച്ചുകാർ തയ്യാറാക്കി. ഇട്ടി അച്യുതൻ എന്ന തദ്ദേശീയ വൈദ്യന്റെ സഹായത്തോടെയാണ് ഇത് പൂർത്തിയാക്കിയത്. കോട്ടകളും സെറ്റിൽമെന്റുകളും. ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ടയായ ഫോർട്ട് ഇമ്മാനുവൽ പോർച്ചുഗീസുകാർ കൊച്ചിയിൽ നിർമ്മിച്ചു. കച്ചവടത്തിൽ നിന്ന് രാഷ്ട്രീയ അധികാരത്തിലേക്ക്. കുളച്ചൽ യുദ്ധം. 1741 തിരുവിതാംകൂർ രാജാവായ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തി. ഒരു ഇന്ത്യൻ ഭരണാധികാരി ഒരു യൂറോപ്യൻ ശക്തിയെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയത് ആദ്യമായാണ്. ബ്രിട്ടീഷുകാരുടെ വളർച്ച. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യാ കമ്പനി സൂററ്റിലെ ഒരു ഫാക്ടറിയിൽ നിന്നാണ് ആരംഭിച്ചത്. പ്ലാസി യുദ്ധത്തിൽ 1757 ബംഗാൾ നവാബിനെയും ബക്സർ യുദ്ധത്തിൽ 1764 സംയുക്ത മുഗൾ സൈന്യത്തെയും പരാജയപ്പെടുത്തിയതിനു ശേഷം അവർ വലിയ അധികാരശക്തിയായി മാറി. നാട്ടുരാജ്യങ്ങൾ കീഴടക്കൽ. മൈസൂർ ടിപ്പു സുൽത്താന്റെ നേതൃത്വത്തിൽ മറാത്ത രാജ്യം, പഞ്ചാബ് തുടങ്ങിയ നാട്ടുരാജ്യങ്ങൾ പിടിച്ചെടുക്കാൻ ബ്രിട്ടീഷുകാർ യുദ്ധങ്ങളും നയതന്ത്രവും ഉപയോഗിച്ചു. ബ്രിട്ടീഷ് സാമ്പത്തിക ചൂഷണവും നികുതി നയങ്ങളും. പരമാവധി സമ്പത്ത് സമാഹരിക്കുന്നതിനായി ബ്രിട്ടീഷുകാർ 3 പ്രധാന ഭൂനികുതി വ്യവസ്ഥകൾ നടപ്പിലാക്കി. സ്ഥിര ഭൂനികുതി വ്യവസ്ഥ. ബംഗാൾ, ബീഹാർ, ഒറീസ എന്നിവിടങ്ങളിൽ ജമീന്ദാർമാർ കർഷകരിൽ നിന്ന് നിശ്ചിത നികുതി പിരിച്ചു. റൈറ്റ് വാരി സമ്പ്രദായം. ദക്ഷിണേന്ത്യയിൽ കർഷകരിൽ നിന്ന് നേരിട്ട് നികുതി പിരിച്ചു. മഹൽവാരി സമ്പ്രദായം. ഉത്തരേന്ത്യയിൽ നികുതി പിരിക്കുന്നതിനായി ഗ്രാമത്തെ മുഴുവനായി ഒരു യൂണിറ്റായി കണക്കാക്കി. പ്രത്യാഘാതങ്ങൾ. കർഷകർ കടക്കെണിയിലാവുകയും ഭക്ഷ്യവിളകൾക്ക് പകരം ഇൻഡിഗോ, നീലേമരി, പരുത്തി തുടങ്ങിയ നാണ്യവിളകൾ കൃഷി ചെയ്യാൻ നിർബന്ധിതരാകുകയും ചെയ്തു. ഇത് അടിക്കടിയുള്ള ക്ഷാമങ്ങൾക്ക് കാരണമായി. ഗതാഗതവും ആശയവിനിമയവും. റെയിൽവേ, തപാൽ സംവിധാനം, ടെലിഗ്രാഫ് എന്നിവയുടെ വികസനം ആളുകൾക്ക് ഇന്ത്യയിലുടനീളം യാത്ര ചെയ്യാനും ആശയങ്ങൾ എളുപ്പത്തിൽ കൈമാറാനും സഹായിച്ചു. ആദ്യകാല രാഷ്ട്രീയ സംഘടനകൾ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുന്നതിനു മുമ്പ് നിരവധി പ്രാദേശിക സംഘടനകൾ സജീവമായിരുന്നു. ഇന്ത്യൻ അസോസിയേഷൻ, കൽക്കട്ടയിൽ സുരേന്ദ്രനാഥ ബാനർജിയുടെ നേതൃത്വത്തിൽ. മദ്രാസ് മഹാജൻ സഭ, മദ്രാസിൽ ജി. സുബ്രഹ്മണ്യ അയ്യരുടെ നേതൃത്വത്തിൽ. ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ, ബോംബെയിൽ ഫിറോസ് ഷാ മേത്തയുടെയും മറ്റുള്ളവരുടെയും നേതൃത്വത്തിൽ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണം 1885. ഇന്ത്യയിലാകമാനമുള്ള ആദ്യത്തെ രാഷ്ട്രീയ സംഘടന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നു. ആദ്യ സമ്മേളനം 1885 ഡിസംബർ 28 ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിൽ ചേർന്നു. പ്രധാന വ്യക്തികൾ. അലൻ ഒക്ടേവിയൻ ഹ്യൂം ആയിരുന്നു പ്രധാന സംഘാടകൻ. W.C. ബാനർജി ആദ്യത്തെ പ്രസിഡന്റായി. ലക്ഷ്യങ്ങൾ. മതം, പ്രദേശം എന്നിവയ്ക്ക് അതീതമായി ദേശീയ ഐക്യം ശക്തിപ്പെടുത്തുക. ജനങ്ങളുടെ പൊതുവായ ആവശ്യങ്ങൾ ബ്രിട്ടീഷ് സർക്കാരിനു മുന്നിൽ അവതരിപ്പിക്കുക. ബംഗാൾ വിഭജനവും സ്വദേശി പ്രസ്ഥാനവും. 1905 വൈസ്രോയ് കഴ്സൺ പ്രഭു ബംഗാളിനെ കിഴക്കൻ ബംഗാൾ എന്നും പടിഞ്ഞാറൻ ബംഗാൾ എന്നും വിഭജിച്ചു. ഭരണസൗകര്യത്തിനാണെന്ന് ബ്രിട്ടീഷുകാർ അവകാശപ്പെട്ടെങ്കിലും ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും വേർതിരിച്ച് ദേശീയ പ്രസ്ഥാനത്തെ തകർക്കാനുള്ള ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്നതായിരുന്നു യഥാർത്ഥ ലക്ഷ്യം. പ്രതിഷേധങ്ങൾ. 1905 ഒക്ടോബർ 16 ദുഃഖാചരണ ദിനമായി ആചരിച്ചു. ജനങ്ങൾ അമർ സോനാർ ബംഗ്ലാ ആലപിക്കുകയും സ്വദേശി പ്രസ്ഥാനം ആരംഭിക്കുകയും ചെയ്തു.
സ്വദേശിയും ബഹിഷ്കരണവും ഇന്ത്യയിൽ നിർമ്മിച്ച സാധനങ്ങൾ മാത്രം ഉപയോഗിക്കാനും ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാനും ഇന്ത്യക്കാർ തീരുമാനിച്ചു. ഇത് തുണിമില്ലുകൾ, സോപ്പ് ഫാക്ടറികൾ, ടാറ്റ സ്റ്റീൽ ഫാക്ടറി തുടങ്ങിയ പ്രാദേശിക വ്യവസായങ്ങളുടെ വളർച്ചയ്ക്ക് കാരണമായി. മിതവാദികളും തീവ്രവാദികളും. സമരരീതികളെ ചൊല്ലി കോൺഗ്രസിനുള്ളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി. മിതവാദികൾ ഗോപാലകൃഷ്ണ ഗോഖലെ, ദാദാഭായ് നവറോജി തുടങ്ങിയ നേതാക്കൾ സമാധാനപരമായ രീതികൾ, യോഗങ്ങൾ, നിവേദനങ്ങൾ എന്നിവയിൽ വിശ്വസിച്ചു. തീവ്രവാദികൾ ബാലഗംഗാധര തിലകൻ, ബിപിൻ ചന്ദ്രപാൽ, ലാലാ ലജ്പത് റായ്, ലാൽ ബാൽ എന്നിവർ വിദേശ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിച്ചുകൊണ്ടുള്ള ശക്തവും പരസ്യവുമായ സമരങ്ങളിലൂടെ മാത്രമേ സ്വാതന്ത്ര്യം നേടാനാകൂ എന്ന് വിശ്വസിച്ചു. സൂററ്റ് പിളർപ്പ് 1907. ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ സൂററ്റ് സമ്മേളനത്തിൽ കോൺഗ്രസിന്റെ പിളർപ്പിലേക്ക് നയിച്ചു. മറ്റ് പ്രധാന സംഭവവികാസങ്ങൾ. അഖിലേന്ത്യാ മുസ്ലിം ലീഗ് 1906 മുസ്ലിം സമുദായത്തിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും പ്രത്യേക നിയോജകമണ്ഡലങ്ങൾ ആവശ്യപ്പെടുന്നതിനുമായി രൂപീകരിച്ചു. ഹോം റൂൾ ലീഗ് ഇന്ത്യയ്ക്ക് സ്വയംഭരണം ആവശ്യപ്പെട്ടുകൊണ്ട് ആനി ബസന്റും ബാലഗംഗാധര തിലകനും നേതൃത്വം നൽകി. ലക്നൌ ഉടമ്പടി 1916 മിതവാദികളും തീവ്രവാദികളും ഒന്നിക്കുകയും കോൺഗ്രസും മുസ്ലിം ലീഗും ഒരുമിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിക്കുകയും ചെയ്ത സുപ്രധാന കരാർ. വിപ്ലവ സംഘടനകൾ, അനുശീലൻ സമിതി, ഗദ്ദർ പാർട്ടി തുടങ്ങിയ ഗ്രൂപ്പുകൾ സായുധ പോരാട്ടത്തിലൂടെ മാത്രമേ ബ്രിട്ടീഷുകാരെ പുറത്താക്കാൻ കഴിയൂ എന്ന് വിശ്വസിച്ചു. ഭൂമിശാസ്ത്രം, ഭൂമിയുടെ ചലനങ്ങളും സമയവും. ഭൂമിയുടെ ഭ്രമണം. നിർവചനം: ഭൂമി അതിന്റെ അച്ചുതണ്ടിൽ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് സ്വയം കറങ്ങുന്നതിനെയാണ് ഭ്രമണം എന്ന് പറയുന്നത്. എടുക്കുന്ന സമയം: ഒരു പൂർണ്ണ ഭ്രമണം പൂർത്തിയാക്കാൻ ഭൂമിക്ക് ഏകദേശം 24 മണിക്കൂർ, കൃത്യമായി 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡ് സമയമെടുക്കുന്നു. രാവും പകലും: ഭൂമി കറങ്ങുമ്പോൾ സൂര്യന് അഭിമുഖമായി വരുന്ന വശത്ത് പകലും എതിർവശത്ത് രാത്രിയും അനുഭവപ്പെടുന്നു. പ്രകാശവൃത്തം: ഭൂമിയിലെ പ്രകാശമുള്ള ഭാഗത്തെയും ഇരുണ്ട ഭാഗത്തെയും വേർതിരിക്കുന്ന സാങ്കൽപ്പിക രേഖയാണിത്. കോറിയോളിസ് പ്രഭാവം: ഭ്രമണം കാരണം കാറ്റ്, സമുദ്രജലപ്രവാഹങ്ങൾ തുടങ്ങിയവയുടെ ദിശ വ്യതിചലിക്കുന്നു. ഫെറൽ നിയമം അനുസരിച്ച് ഉത്തരാർദ്ധഗോളത്തിൽ അവ വലത്തോട്ടും ദക്ഷിണാർദ്ധഗോളത്തിൽ ഇടത്തോട്ടും വ്യതിചലിക്കുന്നു. വിഷയം 2. ഭൂമിയുടെ പരിക്രമണം. നിർവചനം: അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നതോടൊപ്പം ഭൂമി സൂര്യനു ചുറ്റും ഒരു നിശ്ചിത ദീർഘവൃത്താകൃതിയിലുള്ള ഭ്രമണപഥത്തിലൂടെ സഞ്ചരിക്കുന്നതിനെയാണ് പരിക്രമണം എന്ന് പറയുന്നത്. എടുക്കുന്ന സമയം: ഒരു പരിക്രമണം പൂർത്തിയാക്കാൻ 365 ദിവസം സമയമെടുക്കുന്നു. അതിവർഷം: സൗകര്യത്തിനായി നാം ഒരു വർഷത്തെ 365 ദിവസമായി കണക്കാക്കുന്നു. അധികമുള്ള ദിവസം ഓരോ 4 വർഷം കൂടുമ്പോഴും ഫെബ്രുവരി മാസത്തോട് കൂട്ടിച്ചേർത്ത് ആ വർഷത്തെ 366 ദിവസങ്ങളുള്ള അതിവർഷമായി കണക്കാക്കുന്നു. സൗരസമീപകം സൂര്യോച്ചം: ജനുവരി 3 നോടടുത്ത് ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്തുവരുന്നു. 147 ദശലക്ഷം കി.മീ. ഇതിനെ സൂര്യോച്ചം, സൗരസമീപ ദിനം എന്ന് വിളിക്കുന്നു. ജൂലൈ 4 നോടടുത്ത് ഭൂമി സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെയാകുന്നു. 152 ദശലക്ഷം കി.മീ. ഇതിനെ സൂര്യോച്ചം, സൗരവിദൂര ദിനം എന്ന് വിളിക്കുന്നു. സൂര്യന്റെ അയനം. ആശയം: ഭൂമിയുടെ അച്ചുതണ്ട് 23 ചരിഞ്ഞിരിക്കുന്നതിനാൽ വർഷം മുഴുവനും ഉത്തരായനരേഖയ്ക്കും ദക്ഷിണായനരേഖയ്ക്കും ഇടയിലായി സൂര്യൻ വടക്കോട്ടും തെക്കോട്ടും സഞ്ചരിക്കുന്നതായി തോന്നുന്നു. വിഷുവം അഥവാ സമരാത്രങ്ങൾ മാർച്ച് 21-നും, വസന്തവിഷുവം സെപ്റ്റംബർ 23-നും, ശരത് വിഷുവം സൂര്യൻ ഭൂമധ്യരേഖയ്ക്ക് നേരെ മുകളിലായിരിക്കും. ഈ ദിവസങ്ങളിൽ ഭൂമിയിൽ എല്ലായിടത്തും രാവും പകലും തുല്യമായിരിക്കും. ഉത്തരായനാന്തം ജൂൺ 21, സൂര്യൻ ഉത്തരായനരേഖയ്ക്ക് 23 വടക്ക് നേരെ മുകളിലായിരിക്കും. ഉത്തരാർദ്ധഗോളത്തിൽ ഏറ്റവും നീണ്ട പകലും കുറഞ്ഞ രാത്രിയും അനുഭവപ്പെടുന്നു. ദക്ഷിണായനാന്തം ഡിസംബർ 22, സൂര്യൻ ദക്ഷിണായനരേഖയ്ക്ക് 23 തെക്ക് നേരെ മുകളിലായിരിക്കും. ദക്ഷിണാർദ്ധഗോളത്തിൽ ഏറ്റവും നീണ്ട പകലും ഉത്തരാർദ്ധഗോളത്തിൽ ഏറ്റവും കുറഞ്ഞ പകലും അനുഭവപ്പെടുന്നു. ഉത്തരായനവും ദക്ഷിണായനവും ഡിസംബർ 22 മുതൽ ജൂൺ 21 വരെയുള്ള സൂര്യന്റെ വടക്കോട്ടുള്ള സഞ്ചാരത്തെ ഉത്തരായനം എന്നും ജൂൺ 21 മുതൽ ഡിസംബർ 22 വരെയുള്ള തെക്കോട്ടുള്ള സഞ്ചാരത്തെ ദക്ഷിണായനം എന്നും വിളിക്കുന്നു. ഋതുക്കളും അവയിലെ മാറ്റങ്ങളും. കാരണം ഭൂമിയുടെ പരിക്രമണവും വിവിധ അക്ഷാംശങ്ങളിൽ ലഭിക്കുന്ന സൗരോർജ്ജത്തിലുള്ള വ്യത്യാസങ്ങളുമാണ് ഋതുഭേദങ്ങൾക്ക് കാരണമാകുന്നത്. 4 ഋതുക്കൾ വസന്തം, ഗ്രീഷ്മം, ശരത്, ഹേമന്തം, ശിശിരം എന്നിവയാണ് പ്രധാന ഋതുക്കൾ. ഋതുക്കളുടെ സവിശേഷതകൾ: ഗ്രീഷ്മകാലത്ത് ഉയർന്ന താപനിലയും ദൈർഘ്യമേറിയ പകലുകളും ഉണ്ടാകും.
എന്നാൽ ശൈത്യകാലത്ത് താപനില കുറവായിരിക്കുകയും രാത്രികൾക്ക് ദൈർഘ്യം കൂടുതലായിരിക്കുകയും ചെയ്യും. പരമ്പരാഗത ഇന്ത്യൻ ഋതുക്കൾ. ഇന്ത്യയിൽ പരമ്പരാഗതമായി 6 ഋതുക്കളാണ് കണക്കാക്കുന്നത്: വസന്തം, ഗ്രീഷ്മം, വർഷം, ശരത്, ഹേമന്തം, ശിശിരം. സമയഗണനയും മാനക സമയവും. ഭ്രമണവും സമയവും. ഭൂമി 24 മണിക്കൂർ കൊണ്ട് 360 കറങ്ങുന്നു, അതായത് 1 രേഖാംശം കറങ്ങാൻ 4 മിനിറ്റ് സമയമെടുക്കും. പ്രാദേശിക സമയം. ഒരു പ്രത്യേക രേഖാംശത്തിൽ സൂര്യൻ നേരെ മുകളിൽ വരുന്നതിനെ അടിസ്ഥാനമാക്കി കണക്കാക്കുന്ന സമയമാണിത്. ഗ്രീൻവിച്ച് മീൻ ടൈം, പ്രൈം മെറിഡിയനിലെ 0 രേഖാംശം സമയമാണ് ആഗോള സമയഗണനയ്ക്കായി അടിസ്ഥാനമാക്കുന്നത്. മാനക സമയം. ഒരു രാജ്യത്തിനകത്തുള്ള സമയ ആശയക്കുഴപ്പം ഒഴിവാക്കാൻ ഒരു പ്രത്യേക രേഖാംശത്തെ മാനക രേഖാംശമായി തിരഞ്ഞെടുക്കുകയും അവിടുത്തെ പ്രാദേശിക സമയം രാജ്യം മുഴുവൻ പിന്തുടരുകയും ചെയ്യുന്നു. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം. ഇന്ത്യയിൽ 82 രേഖാംശമാണ് നമ്മുടെ മാനക രേഖാംശം. ഇവിടുത്തെ സമയം ശകയയേക്കാൾ 5 മണിക്കൂർ 30 മിനിറ്റ് മുന്നിലാണ്. സമയമേഖലകൾ. ലോകത്തെ 24 സമയമേഖലകളായി തിരിച്ചിരിക്കുന്നു. ഓരോ മേഖലയും 15 രേഖാംശങ്ങൾ ഉൾക്കൊള്ളുന്നതും 1 മണിക്കൂർ സമയ വ്യത്യാസത്തെ പ്രതിനിധീകരിക്കുന്നതുമാണ്. അന്താരാഷ്ട്ര ദിനാങ്ക രേഖ. നിർവചനം. 180 രേഖാംശത്തെയാണ് അന്താരാഷ്ട്ര ദിനാങ്ക രേഖയായി കണക്കാക്കുന്നത്. തീയതി മാറ്റം. ഈ രേഖ മുറിച്ചുകടന്ന് കിഴക്കുനിന്ന് പടിഞ്ഞാറേക്ക് സഞ്ചരിക്കുന്നവർ അവരുടെ കലണ്ടറിൽ ഒരു ദിവസം കൂട്ടിച്ചേർക്കുന്നു. എന്നാൽ പടിഞ്ഞാറുനിന്ന് കിഴക്കോട്ട് സഞ്ചരിക്കുന്നവർ ഒരു ദിവസം കുറയ്ക്കുന്നു. ക്രമീകരണങ്ങൾ. ഈ രേഖ നേർരേഖയിലല്ല, കരഭാഗങ്ങളിലൂടെ കടന്നുപോകുന്നത് ഒഴിവാക്കാൻ ഇത് വളച്ചാണ് വരച്ചിരിക്കുന്നത്. രാജ്യങ്ങൾക്കുള്ളിൽ ഒരേ സമയം 2 തീയതികൾ വരുന്നത് ഒഴിവാക്കാനാണിത്.